ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. കൊച്ചി എയർപോർട്ടിൽ നിന്നായിരുന്നു എൻ്റെ ജർമ്മനിയിലേക്കുള്ള ജേണി. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ബായ് പറഞ്ഞ് അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറാൻ നമ്മുടെ കയ്യിൽ വേണ്ടത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ കോപ്പിയും പാസ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. എത്തിഹാദ് ഫ്ലൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ നമ്മൾ എത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ഒറിജിനൽ ബോർഡിംഗ് പാസ് നമ്മൾ മേടിക്കുക. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ജർമ്മനിലേക്ക് പോകുന്ന സ്റ്റുഡൻസാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രത്യേക ഒരു സ്ഥലത്ത് എത്തി. ഞങ്ങളുടെ പാസ്പോർട്ടൊക്കെ ഒന്നും കൂടി അവർ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റൊക്കെ നോക്കി, ക്യാബിൻ ബാഗും വെയിറ്റ് നോക്കി ലഗേജ് വിട്ടു. കൂടെ നമുക്ക് ക്യാബിൻ ബാഗിൽ പൊട്ടാത്ത നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാബിൻ ബാഗും നമുക്ക് ലഗേജിൻ്റെ കൂടെ തന്നെ വിടാം. അപ്പോൾ നമ്മൾ തോളത്തിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രം നമുക്ക് വെച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ഗേറ്റ് 5A അവിടെയായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നത്. അനൗൺസ്മെൻറ്റ് വന്നു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുടിക്കാനും ഡ്രിങ്കിങ് വാട്ടറും കോഫിയൊക്കെ കുടിക്കാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ നല്ല പൈസയാവും. ഞങ്ങളൊരു കോഫി മേടിച്ചതിന് ഞങ്ങൾക്ക് 400 രൂപയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഞങ്ങളുടെ കൂടെയുള്ളതിൽ ഒരു കുട്ടി മാത്രമാണ് മുമ്പ് ഫ്ലൈറ്റിൽ കയറി എക്സ്പീരിയൻസ് ഉള്ളൂ. ബാക്കി എല്ലാവരും ആദ്യമായിട്ട് കയറുന്നവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് നമ്മുടെ വെരിഫൈ ചെയ്യും. പിന്നെ നമുക്ക് സീറ്റ് പറഞ്ഞു തരും, നമ്മൾ ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരും. എന്നാലും അകത്ത് കയറി ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് സീറ്റ് നമ്പർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുക. അപ്പോൾ എനിക്ക് വിൻഡോ സൈഡ് കിട്ടിയില്ല, ഞാൻ ഇത്തിരി ഉള്ളിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വിൻഡോ സൈഡ് കിട്ടാത്തൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഈ ഫ്ലൈറ്റിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കൊച്ചി ടു അബുദാബി, അബുദാബി ടു ജർമ്മനി ആയിരുന്നു. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫൂർട്ടായിരുന്നു എൻ്റെ എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് 4 മണിക്കായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഞങ്ങൾക്ക് 4:20 ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. കാരണം ഏപ്രിൽ 1 ഞങ്ങൾ പോയത് മാർച്ച് 31 ഭയങ്കര തിരക്കായിരുന്നു. ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് 4:20 കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു. ഞങ്ങൾ അബുദാബിയിൽ എത്തിയത് വെളുപ്പിന് 7:20 എത്തിയത്. അപ്പോൾ 7:20 എത്തിയിട്ട് പിന്നെ ഞങ്ങൾക്കൊരു 7.5 മണിക്കൂർ ഞങ്ങൾക്ക് അബുദാബി എയർപോർട്ടിൽ ഞങ്ങൾക്ക് വെയിറ്റിംഗ് വന്നായിരുന്നു. 2:20 ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഞങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സെയിം എത്തിഹാദ് ഫ്ലൈറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ്. ഇതാണ് അബുദാബിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയപ്പോൾ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ്. നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു. ഫുഡും നല്ല അടിപൊളിയായിരുന്നു. പാട്ട് കേൾക്കാനും സിനിമ കാണാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇതിൽ. എല്ലാ തരം സിനിമകളും ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ലാംഗ്വേജും ഉണ്ട്. ഞങ്ങൾ നൈറ്റ് 8:30 ആയപ്പോഴേക്കും ജർമ്മനിയിൽ ഫ്രാങ്ക്ഫൂർട്ട് എയർപോർട്ടിലെത്തി. അവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ആർബൻ ഗാബർ ഉണ്ടായിരുന്നു. 74,000 രൂപയായി എനിക്ക് ജർമ്മനിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്. നല്ല അടിപൊളി യാത്രയായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സിമ്മും തന്നായിരുന്നു. ഞങ്ങളുടെ ആർബൻ ഗാബർ ലൈക്കയുടെ സിമ്മാണ് തന്നായിരുന്നത്. 10 മിനിറ്റ് ഇൻ്റർനാഷണൽ കോളും 10 GB നെറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ വിളിക്കാൻ വരും. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വീട്ടുകാരെയൊക്കെ വിളിച്ചറിയിച്ചു. പിന്നെ നമുക്ക് എയർപോർട്ടിൽ നമുക്ക് വൈഫൈ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച്.